ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് ഖത്തറിലെ ഇറാൻ ആക്രമണം സംബന്ധിച്ചാണ്. അവിടെ അമേരിക്കൻ താവളങ്ങൾ ഇപ്പോൾ ഇറാൻ ആക്രമിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ഖത്തറിലെ ഇന്ത്യക്കാർക്ക് ഇതിനോടകം തന്നെ മുന്നറിയിപ്പ് നൽകുന്നു അവിടുത്തെ ഇന്ത്യൻ എംബസി. സുരക്ഷിത കേന്ദ്രങ്ങളിൽ കഴിയണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണം എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു ഇസ്രയേലും ഇറാനും തമ്മിൽ. അതിനിടയിലാണ് അമേരിക്ക ആ വിഷയത്തിൽ ഇടപെട്ടതും ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതും. തൊട്ടുപിന്നാലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ നീക്കം ആരംഭിച്ചതാണ്. ഇത്തരത്തിൽ സിറിയയിൽ അമേരിക്കൻ താവളം ഇറാന്റെ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പുകൾ ആക്രമിച്ചു എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ വന്നു. അതിന് തൊട്ടുപിന്നാലെയാണ് ഇപ്പോൾ ഖത്തറിലുള്ള അമേരിക്കൻ താവളം ലക്ഷ്യമിട്ട് ഇറാന്റെ ആക്രമണം വന്നിരിക്കുന്നത്. അതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഖത്തറിലെ ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകുന്നത്. സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണം എന്നുള്ളതാണ് അവർ നൽകുന്ന നിർദ്ദേശം. അപ്പോൾ അങ്ങനെ ഇറാന്റെ ആക്രമണ പരിധിയിലേക്ക് ഖത്തർ കൂടി വരുന്നു എന്നുള്ളതാണ്. നേരത്തെ അമേരിക്ക ഇതിൽ ഇടപെട്ടതിൻ്റെ തുടർച്ചയായിട്ടാണ് സിറിയയിലെ അമേരിക്കൻ സേനാ താവളത്തിന് നേരെയുള്ള ആക്രമണം എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇപ്പോൾ ഖത്തറിലെ US താവളവും ഇറാൻ ആക്രമിക്കുന്നു എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഇനിയും അറിയേണ്ടതാണ്. ഏതായാലും ഇറാൻ ഖത്തറിലെ അമേരിക്കൻ താവളങ്ങളെയും ലക്ഷ്യമിടുന്നു എന്നുള്ളതാണ്. നേരത്തെ ഇറാന്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു, ആക്രമിച്ചാൽ തിരിച്ചടിക്കും എന്നുള്ളത്. അതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണം ഇറാൻ തുടങ്ങിയിരിക്കുന്നത്. ഖത്തറിലെ അമേരിക്കൻ സേനാ താവളം ലക്ഷ്യമിട്ടാണ് ഇറാന്റെ ഇപ്പോഴത്തെ ആക്രമണം. ഇപ്പോൾ മുഹമ്മദ് അൻവർ ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന്. അൻവർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഡോക്ടർ ഉന്മേഷ്, ഖത്തറിലെ അമേരിക്കൻ എയർബേസിൽ ഇറാന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് സമയം മുൻപാണ് ഖത്തറിന്റെ വ്യോമപാത അടച്ചതായി ഖത്തർ അറിയിച്ചതിന് അതിനുശേഷം അവിടെ ഡ്രോണുകളും മിസൈലുകളും വർഷിച്ചു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഖത്തറിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറുന്നതിൻ്റെ ഭാഗമായി അവിടെയുള്ള വലിയ കെട്ടിടങ്ങളിൽ നിന്നും അവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി മാറി നിന്നിട്ടുണ്ട്. അവിടെ ആകാശങ്ങളിൽ ഡ്രോൺ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ അവർ നമുക്ക് അയച്ചു തരുന്നുണ്ട്. നേരത്തെ തന്നെ അമേരിക്ക ഖത്തറിലുള്ള തങ്ങളുടെ പൗരന്മാരോട് തിരിച്ചു പോരാൻ ആവശ്യപ്പെട്ടിരുന്നു. ഖത്തറിലെ അമേരിക്കൻ താവളങ്ങളിൽ ഇറാന്റെ ആക്രമണം നടത്തിയെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക ഇറാനിൽ നേരിട്ട യുദ്ധത്തിൽ പങ്കെടുത്തതിന് ശേഷം ആദ്യമായാണ് ഇറാൻ തിരിച്ചൊരു അമേരിക്കൻ താവളങ്ങളുള്ള സ്ഥലം ലക്ഷ്യമാക്കി ആക്രമണം നടത്തുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഖത്തറിലെ വ്യോമപാത അടച്ചതിന് ശേഷം അവിടെ നടന്ന ഡ്രോൺ ആക്രമണങ്ങളുടെ ദൃശ്യങ്ങളാണ്. അവിടെയുള്ള അമേരിക്കൻ കേന്ദ്രങ്ങൾ എയർബേസ് കേന്ദ്രമാക്കി ആക്രമണം നടന്നുവെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് ഖത്തർ ഗവൺമെൻറ്, ഇത് ഖത്തർ സർക്കാരോ അല്ലെങ്കിൽ അവിടുത്തെ അധികാരികൾ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ജനങ്ങൾ, മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറുന്നുണ്ട്. അവർ നമ്മളോട് പറയുന്ന വിവരങ്ങളാണ് നമ്മൾ പങ്കുവെക്കുന്നത്. അവിടെ ആകാശത്ത് ഡ്രോൺ സ്ഫോടന വസ്തുക്കൾ ഉഗ്രശബ്ദം അവർ കേട്ടു. അവർ പുറത്തേക്ക് ഇറങ്ങി മാറി നിൽക്കുകയാണ്. ഡ്രോൺ ആക്രമണമാണോ മിസൈൽ ആക്രമണമാണോ നടന്നെന്ന് അവർ ദൃക്സാക്ഷികൾക്ക് അറിയില്ല. എന്തായാലും ഉഗ്രസ്ഫോടന ശബ്ദം കേട്ടതായി അവിടെ നിന്ന് മലയാളികൾ നമ്മളെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. അമേരിക്കൻ വ്യോമതാവളം ലക്ഷ്യമാക്കി ഇറാന്റെ ആക്രമണം നടന്നു എന്ന് നമുക്ക് ഈ സമയത്ത് പറയേണ്ടി വരും. ഹോർമുസ് കടലടുക്ക് അടക്കമുള്ള നടപടികളിലേക്ക് പോകുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇതാദ്യമായാണ് അമേരിക്കൻ താവളങ്ങൾ, വ്യോമതാവളങ്ങൾ കേന്ദ്രമാക്കി ലക്ഷ്യമാക്കി ഇപ്പോൾ ഇറാന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ ഡൊണാൾഡ് ട്രംപും അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇറാന് മുന്നറിയിപ്പ് കൊടുത്താണ്. ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിലേക്ക് കടന്നാൽ അമേരിക്ക തിരിച്ചടിക്കും, ശക്തമായ തിരിച്ചടി ഇറാന് നൽകുമെന്ന് നേരത്തെ തന്നെ ഡൊണാൾഡ് ട്രംപ് ആക്രമണത്തിന് ശേഷം മുന്നറിയിപ്പ് നൽകിയതാണ്. പക്ഷേ അതൊന്നും ഇറാൻ വകവെച്ചില്ല, കേട്ടില്ല എന്ന് വേണം നമുക്ക് ഇപ്പോൾ അനുമാനിക്കാൻ. റഷ്യൻ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലും അദ്ദേഹം ബെഞ്ചമിൻ നെതന്യാഹുമായി ഉൾപ്പെടെയുള്ളവരെ ചർച്ച നടത്തിയെങ്കിലും ഈ സംഘർഷം ലഘൂകരിക്കാൻ, യുദ്ധസമാനമായ സാഹചര്യം കുറക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്പസമയം മുൻപാണ് ഇറാൻ
ഇറാന്റെ അയൽ രാജ്യമായ ലബനനിലും ഇസ്രായേൽ ആക്രമണം വ്യാപിപ്പിച്ചത്. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ഖത്തറിലേക്ക്, ഖത്തർ എന്ന് പറയുന്നത് അമേരിക്കയുടെ എയർബേസ് ഉള്ള സ്ഥലമാണ്, സൈനിക കേന്ദ്രമുള്ള സ്ഥലമാണ്. ആ സ്ഥലത്ത് ഇപ്പോൾ സ്ഫോടനങ്ങൾ ഡ്രോൺ സ്ഫോടനങ്ങളായും മിസൈൽ ആക്രമണമായും നടന്നു എന്ന വാർത്ത വരുന്നു. എന്തായാലും അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഇറാൻ തിരിച്ചടിക്കാൻ, അമേരിക്കൻ ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ ഇറാൻ തീരുമാനിച്ചിരിക്കുന്നു. ഏറ്റവും അടുത്തുള്ള ഖത്തറിലേക്ക്, അമേരിക്കയുടെ സൈനിക കേന്ദ്രമുള്ള ഖത്തറിലേക്ക് ഇപ്പോൾ മിസൈലുകളും ഡ്രോണുകളും വരുന്നു എന്ന വിവരം ആണ് ഏറ്റവും പുതിയ വിവരം. ഗോകുൽ.